ഒരു നാട് കാശില്ലാതെ നട്ടം തിരിയുന്ന കാലത്താണ് പെപ്സി ലാഭം കൊയ്യുന്നത്. ഐ ആം നിതിൻ രമേഷ്. യു ക്യാൻ കോൾ മീ ഭ്രാന്തൻ. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ബ്രാൻഡിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം. സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റ് കൊക്കക്കോള അടക്കി വാണിരുന്ന കാലം. ആ സ്പേസിലേക്കാണ് പെപ്സി എൻ്റർ ചെയ്യുന്നത്. ടേസ്റ്റിലും കളറിലൊക്കെ ഒരുപാട് സാമ്യത ഉണ്ടായിട്ടും കൊക്കക്കോളയ്ക്ക് ഒത്ത എതിരാളിയാവാൻ തുടക്കകാലത്തൊന്നും പെപ്സിക്ക് കഴിയുന്നില്ല. അതിനുള്ള പ്രധാന കാരണം കൊക്കക്കോള ഉണ്ടാക്കി വെച്ച പേരും ബ്രാൻഡ് റെപ്യൂട്ടേഷനുമായിരുന്നു. പക്ഷെ കളി മാറുന്നത് 1930കളിലാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന സാമ്പത്തിക മാന്ദ്യം അലയടിച്ച കാലം. അന്ന് കൊക്കക്കോള 6 ഔൺസ് വിറ്റിരുന്നത് 5 സെന്റിനായിരുന്നു. ഇതേ 5 സെന്റിന് 12 ഔൺസ് വിറ്റാണ് പെപ്സി കളം പിടിക്കുന്നത്. ഡബിൾ ക്വാണ്ടിറ്റി, ഹാഫ് പ്രൈസ് ഫീലിംഗ്. അങ്ങനെ സാധാരണക്കാരെ പെപ്സി രുചിച്ചു തുടങ്ങി. പെട്ടെന്ന് തന്നെ വർക്കിംഗ് ക്ലാസ്സിനിടയിൽ പെപ്സി പോപ്പുലറായി തുടങ്ങി. അന്ന് തുടങ്ങിയതാണ് കൊക്കക്കോള വേഴ്സസ് പെപ്സി പോരാട്ടം. കൊക്കക്കോള ഒരു ഓൾഡ് സ്കൂൾ ബ്രാൻഡാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും കാലാകാലത്ത് പെപ്സി നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അത് വിജയം കാണുകയും ചെയ്തു. പെപ്സി കൃത്യമായി ടാർഗറ്റ് ചെയ്ത് യൂത്തിനെയായിരുന്നു. യങ്, വൈബ്രന്റ് ആൻഡ് ട്രെൻഡ് സെറ്റർ എന്ന ഇമേജിൽ പെപ്സി ബ്രാൻഡ് ചെയ്യപ്പെട്ടു. അന്നത്തെ യൂത്തിന്റെ ഹരമായിരുന്നു മൈക്കിൾ ജാക്സനെ പോലെയുള്ള ആളുകളെ രംഗത്തിറക്കി അവർ കൃത്യമായ അഡ്വർടൈസ്മെന്റ്സ് പുറത്തിറക്കി. അങ്ങനെ കാലത്തിനൊത്ത് കളികൾ മാറ്റി കളിച്ച് ഒരു കാലത്ത് ഒന്നും അല്ലാതിരുന്ന പെപ്സി ലോകം തന്നെ കീഴടക്കി. ഒരിക്കലും പെപ്സി കോക്കിനെ കോപ്പി അടിച്ചിട്ടില്ല. പക്ഷെ കൃത്യമായി അവർ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. സംടൈംസ് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ പോലും കൃത്യമായ പ്ലാനിങ്, ഐഡിയ, എക്സിക്യൂഷൻ, റൈറ്റ് ടൈമിംഗ് എന്നീ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഏത് വലിയ ബ്രാൻഡിനെ മുട്ടുകുത്തിക്കാമെന്ന് പെപ്സി നമുക്ക് കാണിച്ചു തന്നു. ഡെയർ ടു തിങ്ക് ഡിഫറെന്റ്, ഡെയർ ടു ബി പെപ്സി.